ധൈര്യത്തോടെ പറഞ്ഞേരെ. മറ്റാ വീണ്ടും കാട് കയറിയുന്നു. ഇനി ഞാൻ പറയും, നീയൊക്കെ കേൾക്കും. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ വമ്പൻ കംബാക്ക് തുടരും. ഈ ഒരു ലാലേട്ടനെ കാണാനാണ് നമ്മൾ കാത്തിരുന്നത്. FDOS കണ്ടതാണ്, പിന്നെ വൈകിട്ടൊന്നും പോവാൻ ടിക്കറ്റ് കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇന്ന് തുടരും മൂവിയുടെ ക്ലൈമാക്സ് എക്സ്പ്ലനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സിനിമ കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക, എന്തായാലും സ്പോയിലർ ഉണ്ടാവും. അപ്പോൾ നേരെ പോയേക്കാം. ഈ ഒരു സിനിമയുടെ പ്ലോട്ട് ദൃശ്യമായിട്ടൊക്കെ ഒരു കമ്പാരിസൺ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ചെറിയൊരു സാദൃശ്യം വരുന്നുണ്ട്. ബട്ട് ദൃശ്യമൊക്കെ ഒരു വൺ ടൈം വണ്ടർ അല്ലേ, പക്ക ഒരു ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന പടമല്ലേ. പക്ഷെ ഇതങ്ങനൊരു സാധനമല്ല. കുറച്ചുകൂടെ ആക്ഷനൊക്കെ ഉള്ള ഒരു സിനിമ. ആ ഒരു പോലീസ് സ്റ്റേഷൻ്റെ സീനെ കുറിച്ച് അധികമൊന്നും പറയണ്ടല്ലോ. ഡയറക്ടർ തരുൺ മൂർത്തി പുള്ളിയുടെ കുറച്ച് ഐറ്റംസ് ഈ ഒരു പടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ സക്സസ് ആയിട്ടും ഉണ്ട്. ഇനി ക്ലൈമാക്സിലേക്ക് വരാം. അധികം കൺഫ്യൂസ് ആക്കാത്ത ക്ലൈമാക്സ് ആണ് പടത്തിനുള്ളത്. ബട്ട് കോമൺലി എല്ലാവർക്കും വരുന്നൊരു കൺഫ്യൂഷൻ ആണ് അവസാനം നമ്മുടെ രണ്ട് വില്ലന്മാരെയും ആ കാറും കൂടി കൊണ്ടുചെന്ന് ഒരു കാട്ടിലാണ് ഇടുന്നത്. ശരിക്കും അവരെ കൊന്നതിന് കൂടിയാണോ ലാലേട്ടനെ അറസ്റ്റ് ചെയ്യുന്നതെന്ന്? അല്ല, ക്ലൈമാക്സിൽ തന്നെ അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഒരു പത്രക്കാരൻ ചോദിക്കുന്നുണ്ട്, താനാണോ തൻ്റെ മോനെ കൊന്നതെന്ന്. അപ്പോൾ ലാലേട്ടൻ്റെ ക്യാരക്ടർ പറയുന്ന ഇതാണ്, ഞാനല്ല എൻ്റെ മോനെ കൊന്നത്, പക്ഷെ എൻ്റെ മോനെ കൊന്നവരെ, ഇത്രേ പറയുന്നുള്ളൂ. അപ്പോൾ ശരിക്കും മകനെ കൊന്നു എന്ന് പറഞ്ഞ കേസിലാണ് പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രണ്ട് പോസിബിലിറ്റീസ് ആണ് എനിക്ക് തോന്നുന്നത്. അതിലൊന്നാമത്തേത് എന്ന് പറയുന്നത്, ഫർഹാൻ ഫാസിലിൻ്റെ ക്യാരക്ടറിന് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയാം. ഈ ഒരു കേസ് കോടതിയിൽ വരുമ്പോൾ മേ ബി ഫർഹാൻ ഫാസിലിൻ്റെ കഥാപാത്രം എല്ലാം തുറന്നു പറയാൻ സാധ്യതയില്ലേ, മാപ്പ് സാക്ഷിയാൻ സാധ്യതയില്ലേ. അതുകൊണ്ട് കൂടി ആയിരിക്കാം പുള്ളി കീഴടങ്ങുന്നത്. ഇതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു കാറിൽ വെച്ചാണ് മോനെ കൊണ്ടുപോയി കുഴിച്ചിടുന്നത് എന്ന് പറയുന്നത്. ന്യൂസിലൊക്കെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു തെളിവാണ്. അപ്പോൾ ആ ഒരു കാറ് നശിപ്പിച്ചു കഴിഞ്ഞാൽ തെളിവിൻ്റെ അഭാവത്തിൽ ഈ ഒരു കേസ് തള്ളിപ്പോകാൻ ചാൻസ് ഇല്ലേ? അതിനുവേണ്ടി ആയിക്കൂടെ രണ്ടുപേരും ആ ഒരു കാറിൽ കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാറും അവരുടെ ബോഡിയും ലാലേട്ടൻ്റെ ക്യാരക്ടർ നശിപ്പിച്ചിട്ടുണ്ടെങ്കിലോ? ആ ഒരു കോൺഫിഡൻസ് കൊണ്ട് ആയിക്കൂടെ ലാലേട്ടൻ അവസാനം കോടതിയിലേക്ക് നടന്നു പോകുന്നത്. എനിക്ക് ഈ ഒരു ക്ലൈമാക്സ് കണ്ടിട്ട് തോന്നിയതാണ് ഈ രണ്ട് കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്താണ് തോന്നിയതൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.